ദൈവത്തിന് പകരമായിട്ട് അവർ പ്രകൃതിയെയാണ് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, ആ പ്രകൃതി എന്തുകൊണ്ട് കാരുണ്യം കാണിച്ചില്ല? അവരീ പറയണ പ്രകൃതി എന്തുകൊണ്ട് കാരുണ്യം കാണിച്ചില്ല എന്നൊരു മറുത്തൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സ്പേസ് കൂടി അവരോട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നമ്മൾ സൂചിപ്പിച്ചത് പടച്ചവനെക്കുറിച്ചുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറുതെ പറയാനും പ്രസംഗിക്കാനുമുള്ള ഒന്നല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അനുഭവിക്കുന്ന ഒരു ടേസ്റ്റാണ്. അതൊരു സുഖമാണ്. അത് നിസ്കരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന സുഖമല്ല, അത് മക്കയിലേക്ക് പോയാൽ മാത്രം കിട്ടുന്നൊരു സുഖമല്ല, അത് ഖുർആൻ ഓതുമ്പോൾ മാത്രം കിട്ടുന്നൊരു സുഖമല്ല. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലും അവൻ്റെ ഉള്ളിൽ തികട്ടി വരുന്ന ആത്മസംതൃപ്തിയായി അള്ളാഹു എന്ന വിശ്വാസം അവൻ്റെ മനസ്സിനെ സ്വാധീനിക്കണം. നിങ്ങൾ നോക്കൂ, വിധിവിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 227 സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് വിധിയെക്കുറിച്ച്. എന്നാൽ ഈ 227 സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾ ആ വിധിയിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വിധിയിൽ വിശ്വസിക്കണം. എന്നാൽ ആ വിധിയിൽ നിങ്ങൾ വിശ്വസിക്കുക എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഇത്ര വളരെ പ്രധാനമായ ഹദീസുകളിൽ കാണുന്ന ഒരു വിശ്വാസമാണ് വിധിവിശ്വാസം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും അങ്ങനെ വിശ്വസിക്കണമെന്ന് പറയണില്ല. കാരണം അത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, ആ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലുള്ള വിശ്വാസം. അതിൻ്റെ പേരാണ് വിധിവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയുക, സുഖകരമായി സന്തോഷകരമായി നമുക്ക് ഉറങ്ങാൻ കഴിയുക എന്നുള്ളതാണ് വിധിവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. ആ തരത്തിലൊരു ടേസ്റ്റ് നമ്മുടെ ഈമാൻ കൊണ്ട് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഈ കാലത്ത് നമ്മൾക്ക് നമ്മുടെ ഈമാൻ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണത്. എത്ര വലിയ പ്രതിസന്ധികളോടും ഒരു പുഞ്ചിരി കൊണ്ട് പകരം വീട്ടാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ട്, ഒരു കർമ്മശക്തിയുണ്ട്. ആ കർമ്മശക്തിയാണ് ഈമാൻ നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഞാൻ ഈ അടുത്തുണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് ആരംഭിക്കാം. കുവൈത്തിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, ഒരു പ്രവർത്തകൻ. അദ്ദേഹം ഈ ആദർശം മനസ്സിലാക്കിയ ആളൊന്നായിരുന്നില്ല. നാട്ടിൽ നിന്ന് കുവൈത്തിലെത്തിയതിന് ശേഷമാണ് അതൊക്കെ മനസ്സിലാക്കാനുള്ള സൗഭാഗ്യമുണ്ടായത്. അങ്ങനെ ഖുർആൻ പഠിക്കുന്നുണ്ട്, ക്ലാസ്സുകളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ശക്തമായ വിശ്വാസം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. എന്താണ് പ്രതിസന്ധി? മരുമകൾക്ക് ഗർഭിണിയായിരിക്കുന്നു. അവൾ പ്രസവത്തിൻ്റെ സമയമായപ്പോൾ അവസാനത്തെ ഒരു സ്കാൻ ചെയ്ത സമയത്ത് വളരെ അപകടകരമായ അവസ്ഥയിലാണ് കുട്ടി കിടക്കുന്നത്. കുട്ടി ഒന്ന് തിരിഞ്ഞു വരണമല്ലോ, അങ്ങനെ തിരിഞ്ഞു വന്നിട്ടില്ല. സിസേറിയൻ ഓപ്പറേഷൻ നിർബന്ധമായി വരികയാണ്. അത് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന അവർ ശരിക്കും പഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളാണ് മിക്ക ആളുകളും ആ കുടുംബത്തിൽ. അങ്ങനെ ഒരു വലിയ സങ്കടമാണ്. ആ സങ്കടത്തിനിടയിൽ അതിനുവേണ്ടിയുള്ളൊരു സൂചി ഉണ്ടല്ലോ, ഒരു ഇഞ്ചക്ഷൻ. ആ ഇഞ്ചക്ഷൻ വരെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, തീർച്ചയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നടക്കും, സിസേറിയൻ അല്ലാതെ മാർഗമില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ആ കുടുംബത്തിലെ ഉമ്മ ഒരു വാക്ക് പറയേണ്ടത്. അവർ പറഞ്ഞു, ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരു പടച്ചോനിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ പടച്ചോനെ എൻ്റെ കുട്ടിയെ ഒന്ന് തിരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ആ കുട്ടിയൊന്ന് തിരിയാന്നുള്ളതാണല്ലോ ആവശ്യം. ആകാശഭൂമികളെ തിരിച്ചുകൊണ്ടിരിക്കുന്നവനായ ഒരു പടച്ചവനിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ പടച്ചവൻ എൻ്റെ കുട്ടിയെ ഒന്ന് തിരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്ന ആ ഉമ്മയുടെ ഒരൊറ്റ വാക്ക്, അതാണ് പടച്ചവൻ കേട്ടത്. തിരിഞ്ഞു. വൈദ്യശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് ആ കുട്ടി തിരിഞ്ഞു വന്നത്. സുഖപ്രസവമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണിത്? അല്ലാഹ് പറഞ്ഞിട്ടുണ്ടത്, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വലനബ്ലുവ അഖ്ബാറകും. എന്താണ് പറഞ്ഞത്? നമ്മളിൽ എത്ര പേർക്ക് ക്ഷമിക്കാൻ കഴിയുമെന്ന് പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. ഒരു ചെറിയ വാക്ക് കൂടി അതിൻ്റെ ശേഷം പറഞ്ഞിട്ടുണ്ട്, വലനബ്ലുവ അഖ്ബാറകും. നിങ്ങൾ എന്താണ് പറയണതെന്ന് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ.
നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ നമ്മുടെ നാവ് ആ പ്രതിസന്ധിയെ കുറിച്ച് എന്താണ് പറയണത് എന്നും അള്ളാഹ് നോക്കുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ പ്രതിസന്ധി വന്നപ്പോൾ ആ ഉമ്മ എന്താണ് പറയണത് എന്നാണ് അള്ളാഹ് നോക്കിയത്. ആ ഉമ്മ പറഞ്ഞത് പടച്ചോൻ ഇഷ്ടമുള്ള കാര്യമായിരുന്നു, അതുകൊണ്ട് പടച്ചോൻ അവരുടെ കൂടെ ഉണ്ടായി. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയണം. നിങ്ങൾ നോക്കൂ, എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഈ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നത്? ഒരു പ്രവാചകന്റെയും ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ, ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു തന്നിട്ടില്ല. ഓരോ പ്രവാചകന്റെയും ചരിത്രം കുറച്ച് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതെന്തുകൊണ്ടാ? ഓരോ പ്രവാചകനിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഓരോ പാഠമുണ്ട്, അത് മാത്രമേ പറഞ്ഞു തരുള്ളൂ. അല്ലാതെ ആ പ്രവാചകന്റെ എല്ലാ ചരിത്രവും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓരോ പ്രവാചകനിൽ നിന്നും ഓരോ പാഠമുണ്ട്, അത് പറഞ്ഞു തരും. അങ്ങനെയാണെങ്കിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് നമ്മൾക്കൊരു പാഠമുണ്ട്. ആ പാഠം എന്താണെന്നറിയോ നിങ്ങൾ? വിധിയിലുള്ള വിശ്വാസം. ടെൻഷൻ ഇല്ലാത്ത ജീവിതമാണ്. അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ സാമാന്യമായി പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ കുറച്ചുകൂടി വിശദമായി പറയുന്നുണ്ട്. ബൈബിൾ പറയണത് അദ്ദേഹത്തിന് 7000 ആടുമാടുകൾ ഉണ്ടായിരുന്നു, 3000 ദാസീദാസന്മാരുണ്ടായിരുന്നു, 700 പെൺകഴുതകൾ ഉണ്ടായിരുന്നു, 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ആ നാട്ടിൽ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്നറിയപ്പെടുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം. ഒക്കെ നഷ്ടപ്പെട്ടു. ഒരു കൊടുങ്കാറ്റ് വന്ന് വീടും വീട്ടിലുള്ള മക്കളും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആടുമാടുകളെല്ലാം അപഹരിക്കപ്പെട്ടു പോയി. എല്ലാ നിലക്കും എല്ലാ നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്ന അയ്യൂബ് അലൈഹിസ്സലാം ആകാശത്തേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ട്, ബൈബിളിലുണ്ട്. ബൈബിൾ പറയുന്നത് തലമുണ്ടനം ചെയ്ത് മുട്ടുകുത്തിയിരുന്ന് ഇയ്യോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നഗ്നനായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. നഗ്നനായിട്ട് തന്നെയാണ് ഈ ലോകത്തിൽ നിന്ന് ഞാൻ വിട പറയുകയും ചെയ്യുന്നത്. ദൈവമേ, നീ തന്നു, നീ എടുത്തു, നിന്റെ നാമം മഹത്വപ്പെടട്ടെ. വഅന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. വഅന്നീ മസ്സനിയൽ ദുർറു. എനിക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയണില്ല. എത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇടിത്തിയായി വന്ന് പെയ്യാമോ, അങ്ങനെ പെയ്തിറങ്ങിയ ജീവിതമാണ് എൻ്റെ ജീവിതം. പക്ഷേ എനിക്കൊരു കാര്യമാണ് കൂട്ടത്തിൽ പറയാനുള്ളത്. വഅൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉള്ള ജീവിതം തന്നെയാണെങ്കിലും വഅൻത, നീ അർഹമുർ റഹീമീൻ, കാരുണ്യവാനാണ് നല്ല പറയണത്. കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് പടച്ചോനെ നീ എന്ന വിശ്വാസത്തിന് ഒരു കുഴപ്പമില്ലട്ടോ. അതാണ് പറഞ്ഞത്. നീ കാരുണ്യവാനാണല്ലോ എന്ന എൻ്റെ വിശ്വാസത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇതെന്താണ്? ഇത് വിധിവിശ്വാസമാണ്. യാക്കൂബ് അലൈഹിസ്സലാം മക്കളെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ആ ഭാഗം ഒന്ന് പരിശോധിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ മക്കളോട് യാക്കൂബ് അലൈഹിസ്സലാം പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്കാണത്. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഅ, വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഅ. മക്കളെ, നിങ്ങൾക്ക് വല്ലതൊക്കെ സംഭവിച്ചാൽ എന്നെ കൊണ്ട് തടുക്കാൻ കഴിയില്ല കേട്ടോ. വാപ്പ വലിയൊരു നബിയാണല്ലോ, പ്രവാചകനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് സംഭവിക്കൂല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് എന്ത് നിങ്ങൾക്ക് സംഭവിച്ചാലും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഈ വാപ്പാനെ കൊണ്ട് അതിൽ യാതൊരു നിലക്കും ഇടപെടാൻ കഴിയില്ല കേട്ടോ മക്കളെ എന്നാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത്. എന്തിനാണ് പറയുന്നത്? സംഭവങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാണുകയാണ്. അപ്പൊ നമ്മൾ ടെൻഷൻ വേണ്ടെന്നും ഈമാൻ കൊണ്ട് ഇത്രയും വലിയ സൗഭാഗ്യം കിട്ടുന്നൊക്കെ പറഞ്ഞ എന്താണ്? നമ്മളെ പ്രയാസങ്ങളൊക്കെ ഇല്ലാതാക്കാന്നാണോ? അല്ല, പ്രയാസങ്ങളെ ഇല്ലാതാക്കാനുള്ള പരിഹാരമല്ല നമ്മൾ പറയണത്. പിന്നെന്താണ്? പ്രയാസങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. ആർക്കാ പ്രയാസങ്ങളില്ലാത്ത? എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. എൻ്റെ പ്രയാസമാണെന്നില്ല നിങ്ങൾക്കുള്ള പ്രയാസം, ഒരു ഡോക്ടറുടെ പ്രയാസമാണെന്നില്ല ഒരു വീട്ടമ്മയുടെ പ്രയാസം. ആനക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്ന് പറയാനുണ്ട്. ആന അത് വഹിച്ചുകൊണ്ട് പോകുന്ന തടി അതിന് വലിയ ഭാരമാണ്. ഉറുമ്പിന് അതിൻ്റെ മുകളിലുള്ള ചെറിയൊരു അരിയാണ് വലിയ ഭാരം, അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്ന ചെറിയൊരു അരിമണിയാണ് അതിന് വലിയ ഭാരം. ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങൾ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചല്ല പറയണത്. പിന്നെന്താണ്? ആ പ്രയാസങ്ങളോടുള്ള നമ്മുടെ സമീപനമാണ്. നിങ്ങൾ നോക്കൂ, മറിയം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഒന്ന് വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ആരായിരുന്നു മറിയം അലൈഹിസ്സലാം?
വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ത്രീയുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, അതാണ് മറിയം അലൈഹിസ്സലാം. അതൊരു വല്ലാത്ത പവിത്രതയാണ്. ഒരു സൂറത്തിൻ്റെ പേര് തന്നെ മറിയമാണ്. അതൊരു വലിയ ആദരവാണ്. എന്താണ് മറിയം അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകത? അവർ ഗർഭം ചുമക്കുന്നത് ആരെയാണ്? ഒരു പ്രവാചകനെയാണ്. എങ്ങനെയാണ് ഗർഭം ചുമക്കുന്നത്? ഭർത്താവില്ലാതെയാണ് ഗർഭം ചുമക്കുന്നത്. ഭർത്താവില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയായാൽ സമൂഹം അവരെ കുറ്റപ്പെടുത്തി. നമ്മളാണെങ്കിലും കുറ്റപ്പെടുത്തൂലേ? നമ്മളാണെങ്കിലും കുറ്റപ്പെടുത്തുന്നത് മാത്രമേ ആ സമൂഹത്തിലുള്ള ആളുകൾ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അള്ളാഹു നേരെ തിരിച്ചൊരു കാര്യമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ? മറിയം അലൈഹിസ്സലാം ഈസാ നബിയെ ഗർഭം ചുമന്നതും അദ്ദേഹത്തെ പ്രസവിച്ചതുമെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ടാണെങ്കിൽ എങ്ങനെയിരിക്കും? ഒരു പകലിൽ ഗർഭം ചുമന്നു, രാത്രി കുട്ടിയെ പ്രസവിച്ചു, കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ നാട്ടിലുള്ള ആരെങ്കിലും അവരെ കുറ്റം പറയൂ? കുറ്റം പറയൂല എന്ന് മാത്രമല്ല, അവരെ സമ്മതിക്കും. മറിയമിനെന്തോ ഒരു